ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ജോസ്മിയ കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ കുഞ്ഞുമക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ രാത്രി ഉറങ്ങാൻ നേരത്ത് നമ്മളെ അമ്മമാരെ പപ്പമാരെ ഒരുപോലെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ടെൻഷനാണ്. ഇവരെങ്ങാനും താഴെ വീഴുവോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ നമുക്കുണ്ടാവും. എന്നെ സംബന്ധിച്ച് ജോന്റെ കാര്യത്തിൽ അവൻ ഈ താഴെ വീഴുന്ന ഒരു പ്രശ്നം, അവന് ബെഡിൽ താഴെ വീഴുന്ന പ്രശ്നം ഉണ്ടായതില്ല. അവൻ അങ്ങനെ വീണിട്ടില്ല. ചെറിയൊരു പില്ല വെച്ച് കൊടുത്താലും അവനടുത്ത് അടഞ്ഞു നിൽക്കുമായിരുന്നു. പക്ഷെ ജോഡിനെ സംബന്ധിച്ചിട്ട് അവന് പില്ല വെച്ച് കൊടുത്താൽ ഒരു പില്ലോ അല്ല, രണ്ട് പില്ലോ അല്ല, നമ്മളിങ്ങനെ അടുക്കി വെച്ച് കൊടുത്താലും അവൻ അതെല്ലാം തട്ടി താഴെ ഇട്ടിട്ട് നിലത്തോട്ട് ചാടുന്ന ഒരു സ്വഭാവമുണ്ട് ഇവന്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ രാത്രിയിൽ കിടക്കുമ്പോൾ ഭയങ്കര ടെൻഷനായി. എങ്ങനെ ഇവനെ കടത്തും, താഴെ വീഴാതെ എങ്ങനെ നമുക്ക് കൊണ്ട് നടക്കാം, അല്ലെങ്കിൽ രാത്രി ഉറങ്ങാം എന്നുള്ളൊരു ചിന്ത വന്നപ്പം എനിക്ക് കിട്ടിയൊരു സാധനമാണ് നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ ഒരു ബെഡ് റെയിൽ. ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാട്ടോ, ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതെനിക്ക് നല്ല പോലെ ഉപകാരപ്പെട്ടു. അപ്പൊ എനിക്ക് തോന്നി ഉണ്ടല്ലേ, ഇതെനിക്ക് നല്ല പോലെ ഉപകാരപ്പെട്ടു. അപ്പം എനിക്ക് തോന്നി എൻ്റെ കുഞ്ഞിനെ പോലെ തന്നെ ജോഡിനെ പോലെ തന്നെ താഴെ വീഴുന്ന മക്കളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ ഉപകാരപ്പെടുമല്ലോ. അറിയില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കൂടെ ഉപകാരപ്പെടുമല്ലോ എന്ന് ഓർത്തിട്ടാട്ടോ ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ജോഡിനെ സംബന്ധിച്ച് ഞങ്ങൾ ശരിക്കും കിടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഞാനൊരറ്റത്ത് കിടക്കും, എൻ്റെ തൊട്ടപ്പുറം ജോഡി കിടക്കും, അതിൻ്റെ അപ്പുറം ജോൻ. അപ്പം ജോൻ്റെയും എൻ്റെയും നടുക്കിലാണ് ജോഡി കിടക്കുന്നത്. പക്ഷെ ചില സമയത്ത് പാവം ജോൻ ഇങ്ങനെ എന്നോട് പറയാം, അമ്മേ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് കിടക്കുമോ, എനിക്ക് അമ്മനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ കൊതിയാവുന്നത് പറയുമ്പോൾ നമുക്ക് അവരെ കെട്ടിപ്പിടിക്കണമല്ലോ. അപ്പൊ എന്താക്കണം, ഞാൻ നടുക്ക് കിടക്കണം, രണ്ടുപേരെ അപ്പുറം ഇപ്പുറം കിടത്തണം. ആ ഒരു സിറ്റുവേഷനിലാണ് ഈ താഴെ വീഴുന്ന ഒരു പ്രശ്നം വരുന്നത്. അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ നടുക്ക്, ഒരു സൈഡിൽ ജോഡിൻ, ഒരു സൈഡിൽ ജോനായിട്ട് വരുമ്പോഴത്തേക്കും ജോഡിന്റെ ഒരു സൈഡിൽ നമ്മളിങ്ങനെ പില്ലോ ഇങ്ങനെ വെച്ച് കൊടുത്താൽ ആ പില്ലോയിലൊന്നും നിൽക്കൂല. ഇവനിങ്ങനെ രാത്രിയിൽ തിരിഞ്ഞ് വട്ടം കറങ്ങി കുറെ തല ആദ്യം മുകളിലോട്ടായിരിക്കും, കുറെ നേരം താഴേക്കായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കും. അങ്ങനെ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഒക്കെ ആയിട്ട് അവനവന് പല പൊസിഷനിലാണ് രാത്രി കിടന്ന് ഉറങ്ങാറ്. അപ്പം നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ 2 തവണ ഇവൻ ബെഡിൽ നിന്ന് വീണു. 2 തവണ വീണപ്പോഴത്തേക്കുമാണ് എനിക്ക് പിന്നെ ഇതിൽ എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് വെച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്തയിലോട്ട് വന്നത്. ഞാൻ ആമസോണിലും ഫസ്റ്റ് ക്രൈയിലും എല്ലായിടത്തും തന്നെ ഞാൻ ചെക്ക് ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ആമസോണിൽ നിന്നാണ് ലാസ്റ്റ് ടൈം വാങ്ങിയത്. ഞാൻ വാങ്ങിയത് ലവ്ലാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ആട്ടോ. ഒരുപാട് ബ്രാൻഡുകളുണ്ട്, പക്ഷെ എനിക്ക് ഉള്ളതിൽ റേറ്റ് കുറവ് തോന്നിയത് ഈ ഒരു ബ്രാൻഡ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്രാൻഡ് വാങ്ങിയത്. 1399 രൂപ അങ്ങാണ്ടാണ് ഇതിന്റെ റേറ്റ് വന്നത് കേട്ടോ. പിന്നെ ഇതിന്റെ ഒരു മെയിൻ കാര്യം പറയാനുള്ളത് വെച്ചാൽ ഇതങ്ങനെ ഒരുപാട് ബലമൊന്നുമില്ല. ഇതൊരു ഷേക്കിംഗ് ഉണ്ട്. ഇത് ആക്ച്വലി എനിക്ക് ഈ ഒരു ടൈറ്റെങ്കിലും കിട്ടിയത് ഞാൻ എൻ്റെ കോട്ടിന്റെ ഉള്ളിലൊരു പടിയുണ്ട്, അതിനകത്തോട്ട് മാട്രസിന്റെ അടിയിലോട്ട് അങ്ങനെ ടൈറ്റ് ആക്കി വെക്കുക. ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഇവർ പറയുന്നത് നേരെ മാട്രസിന്റെ അടിയിലോട്ട് വെച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പൊ കനം കുറവുള്ള മാട്രസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഇതിലും നന്നായിട്ട് ആടും. അപ്പൊ കുട്ടികൾ വീണ് കഴിഞ്ഞാൽ അത്ര ഒരു സേഫ്റ്റി ഒന്നും ഉണ്ടാവത്തില്ല. പിന്നെ ഒരു 15 കിലോ വരെയുള്ള കുഞ്ഞുങ്ങളൊക്കെ മാക്സിമം പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പൊ ഈ മക്കൾ ഇതുപോലെ ഉരുണ്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കും. ഞാനിപ്പം എൻ്റെ കോട്ടിന്റെ ഇടയിൽ ടൈറ്റാക്കി വെച്ചിരിക്കുന്നു. കാരണം അവൻ ഇറങ്ങുന്നുണ്ടോ, ടൈറ്റാക്കി വെച്ചാലും അങ്ങനെ നിൽക്കും, അങ്ങോട്ടേക്ക് ഇറങ്ങത്തില്ല. ഇല്ലെങ്കിൽ ഇതെന്തായാലും താഴെ ചാടി പോകുമായിരുന്നു കേട്ടോ. പിന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ ഒരു മാട്രസ് എന്ന് പറയാൻ ബെഡ് കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിങ് ആണോ ക്യൂൻ ആണോ എനിക്കൊരു സംശയമുണ്ട്. അപ്പൊ ആ ഒരു സൈസിൽ ഇതിന്റെ ഒരു ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇവിടം വരെയാണ് വരുന്നത്. കാണിച്ചു തരാം. ഇവിടം വരെയാണ് വരുന്നത്. കുറച്ചൊരു ഭാഗം ഇങ്ങോട്ടേക്ക് ബാക്കിയുണ്ട്. പക്ഷെ അതൊരു പ്രശ്നമല്ല. അവിടം വരെ കുറച്ച് ഭാഗമല്ലേ ബാക്കി, നമുക്ക് അത്രയും ഭാഗമല്ലേ ഒഴിവ് വരുന്നുള്ളൂ, പ്രശ്നമല്ല. ഇവൻ ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഇവൻ നിന്നോടും കേട്ടോ. അപ്പൊ ഏതായാലും എനിക്ക് ഈ സംഭവം നല്ല ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ഞാൻ പിന്നെ ഇവർ പറയുന്നുണ്ട് പിന്നെ ഇവർ പറയുന്നത് നമ്മൾ ഇതിന്റെ മാട്രസിന്റെ അടിയിലോട്ട് നമ്മൾ ഈ സാധനം കയറ്റി വെച്ച് കഴിഞ്ഞാൽ സ്ക്രൂ ചെയ്ത് വെക്കാൻ പറയുന്നത്. അപ്പൊ നമ്മുടെ കോട്ടൊക്കെ സ്ക്രൂ ചെയ്തൊക്കെ വെക്കണം. അത് സ്ക്രൂ ചെയ്ത് വെച്ചാലും വലിയ ബലമൊന്നും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഷേക്കിംഗ് ഉണ്ടാവും. നമുക്ക് ചെറിയ വെയിറ്റ് കുറഞ്ഞ ഒരു കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ഇത് ഉപകാരപ്പെടുത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം ജോൻ ഇന്നലെ കിടന്നിട്ടും ജോൻ ഉരുണ്ട് താഴേക്ക് പോയിട്ടൊന്നുമില്ല. അവൻ സൈഡിലോട്ട് അവിടെ ഇങ്ങനെ സ്റ്റക്കായിട്ട് താനും വീഴാറില്ല, എന്നാലും അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ കണ്ട അവൻ ഇറങ്ങി പോകുന്നുണ്ട്, പക്ഷെ അവൻ താഴേക്ക് പോകത്തില്ല. അവിടെ ഞാൻ ഈ മാട്രസിന്റെ ഇടയിൽ ഞാൻ ടൈറ്റാക്കി വെച്ചതുകൊണ്ട് മാത്രം. അപ്പൊ നമുക്ക് സത്യം പറഞ്ഞ ഇപ്പൊ ഞാൻ എത്രയോ നാളിന് ശേഷമാണ് ഞാൻ ജോനെയും കെട്ടിപ്പിടിച്ച്, ജോനെ സൈഡിൽ കിടത്തി ജോഡുവിനെ അപ്പുറം കിടത്തി സമാധാനത്തോടെ രണ്ടുപേരും ഒന്ന് കെട്ടിപ്പിടിച്ച് ഞാൻ കിടന്നത്. അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങൾ താഴെ വീഴും എന്നുള്ളൊരു പേടി വേണ്ട. പിന്നെ ഇതിന് ചുറ്റും വെക്കാൻ വേണ്ടി നമുക്ക് കിട്ടും കേട്ടോ. എനിക്ക് ഒരു സൈഡ് ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് 1 സൈഡ് വാങ്ങിയത്. നിങ്ങൾക്ക് താഴെയും റൈറ്റ് സൈഡിലും ഒക്കെ ലെഫ്റ്റ് സൈഡിലും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ അങ്ങനെ നമുക്ക് ഇങ്ങനത്തെ 3 എണ്ണം വാങ്ങി
വെച്ചാൽ മതി. ശരിക്കും പറഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. നമുക്ക് ഞാൻ പറഞ്ഞ വെയിറ്റ് കുറഞ്ഞ ഒരുപാട് വെയിറ്റ് ഉള്ള മക്കൾക്ക് ഇത് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ബ്രാൻഡുകൾ ഒരുപാടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബ്രാൻഡ് വേണേലും വാങ്ങാം. എനിക്ക് ഉള്ളതിൽ അഫോർഡബിൾ പ്രൈസിൽ തോന്നിയത് ഇതായതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ കുറച്ചും കൂടെ റേറ്റ് കൂടുതലുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഈ പോക്കറ്റും കാര്യങ്ങളൊക്കെ കണ്ടില്ല, പോക്കറ്റിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ മെയിൻ പ്രത്യേകത നമുക്ക് ഇതിനെ ഹൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ഹൈറ്റ് എത്ര വേണം കൂട്ടുകയും കുറയ്ക്കുകയും നമുക്ക് ചെയ്യാം. നീളം കൂട്ടാനും കുറയ്ക്കാനും പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡ് ഫോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിങ്ങനെ പൊക്കവും താത്തവും നമുക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഏതായാലും ഇനി കുഞ്ഞുങ്ങൾ കട്ടിലിൽ നിന്ന് താഴെ വീണുകൊണ്ടിരിക്കുന്ന മക്കൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെങ്ങാനും അബദ്ധത്തിൽ താഴെ വീഴുമോ എന്നുള്ള പേടിയുള്ള പാരൻസ് ആണ് നിങ്ങളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങനത്തെ ഒരു പെട്രോയിൽ വാങ്ങിക്കോട്ടോ. നമുക്ക് ഉപകാരപ്പെടും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ, ബൈ ബൈ. ബൈ എടുക്ക് ഉമ്മോത്തെ. എല്ലാവരും ഇത് വാങ്ങിക്കുമോ എന്ന് പറ. വാങ്ങിക്കോ.